ഈ ഡിവോഴ്സ് എന്നുള്ള പ്രോസസ്സിൽ പല രീതികളിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടും. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ മെൻറ്ററിങ്ങിന് വരുന്ന കുട്ടികളുടെ അടുത്താണെങ്കിൽ പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില പാരൻസ് ഡിവോഴ്സ് ആകുമ്പോൾ അവർ കുട്ടികളെ ഇൻവോൾവ് ആക്കാത്ത ഒരു കാര്യം കാണാറുണ്ട്. അതായത് ആ കുഞ്ഞുങ്ങളൊന്നും അറിയണ്ട, അവർ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവണ്ടെന്ന് വിചാരിച്ച് അവരത് പോസിറ്റീവായിട്ടാണ് വിചാരിക്കുന്നത്. ഇത്രയും ട്രോമയിലൂടെ കടന്നു പോകണ്ടെന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ അത് കൊണ്ടെത്തിക്കുന്നത് വളരെയധികം വേറെ മറ്റു പല മാനസികാസ്വസ്ഥതകളിലേക്കായിരിക്കും. അവർ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും, അവർ സെൽഫ് കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രസ്റ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് വന്നിട്ട് ഒരു ട്രസ്റ്റ് അതിനകത്ത് പോകും. പിന്നെ അവരുടെ ബിഹേവിയറിലും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കേസസൊക്കെ ഹാൻഡിൽ ചെയ്യാറുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട്. അതിൽ കുട്ടികളെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പോയിന്റ് വരെ അവരോടൊന്നും പറയില്ല, പെട്ടെന്ന് ഒരു പോയിന്റിൽ കയറി അവരോട് കാര്യം പറയുകയും ചെയ്യും. അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞാൽ ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു എൻ്റെ ചുറ്റും സംഭവിച്ചത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയി, അങ്ങനെ പെട്ടെന്ന് ഷോക്ക്. ചിലപ്പോൾ കുട്ടികൾക്ക് ഷോക്ക് മാറി ആങ്കർ ആയിരിക്കും, അച്ഛനോടും അമ്മേനോടോ രണ്ടുപേരോടും ദേഷ്യം വരും, അല്ലെങ്കിൽ ഒരാളോട് ദേഷ്യം വരും, ഒരാളാണ് ഇതിന് കാരണം, മറ്റേ ആളോട് വെറുപ്പ്, മീൻസ് ഏതെങ്കിലും ഒരു പാരൻറ്റിൽ ഒരാളോട് ഭയങ്കരമായ വെറുപ്പ്, അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ പക്ഷെ ചെറിയൊരു ഹോപ്പും ഉണ്ടാവും അവർക്ക് എവിടെയെങ്കിലും ഒക്കെ, മീൻസ് പാരൻസ് ഒരുമിച്ച് തിരിച്ച് വരികയാണെങ്കിലോ, ഒരു വീട്ടിലേക്ക് താമസം മീൻസ് ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് വരികയാണെങ്കിൽ പഴയ പോലെ കാര്യങ്ങളാവുകയാണെങ്കിലോ എന്നുള്ളൊരു ഹോപ്പും ചിലപ്പോൾ ചില കുട്ടികളിൽ കാണാറുണ്ട്.